back again. ഫേസ്ബുക്ക് ഫാമിലി ലോകമെമ്പാടും ലോഗിൻ ആയിക്കൊണ്ടിരിക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇറ്റ് ഈസ് എ ജോയ്. ജസ്റ്റ് ഇമാജിൻ, ലോകമെമ്പാടും ഇന്ത്യയിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നും അബുദാബി, എവറിവെയർ, കാനഡ, ഓസ്ട്രേലിയ, ജർമ്മനി, എല്ലായിടത്തു നിന്നും we are sitting together as a family and getting ready to hear the word of God. എത്രമാത്രം മനോഹരമാണ് ദൈവവചനം, എത്രമാത്രം മനോഹരമാണ്. Today I will start we are talking about the inner chamber. Inner chamber എന്ന് പറയുന്നത് the secret place of the Most High. രഹസ്യമാണ്. പലപ്പോഴും നമ്മൾ വിശ്വാസത്തിൽ വരുമ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് പ്രോഗ്രസിങ് വി ആർ ബിക്കമിങ് സ്റ്റാഗ്നന്റ്. ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ചിലതൊക്കെ എനിക്കറിയാം, ചിലതൊക്കെ എനിക്കറിയത്തില്ല. ഒരു ചോദ്യം വാസ് എ ഡൗട്ട്. വെർ ഇസ് ഇറ്റ്? ഡൗട്ട് ഇതായിരുന്നു, നമ്മുടെ 12 ശിഷ്യന്മാരിൽ ഒരാൾ, യൂദ, 12 ശിഷ്യന്മാരിൽ ഒരാൾ നഷ്ടപ്പെട്ടു. ആ സ്ഥാനം സ്വർഗത്തിൽ 12, വെളിപാട് പുസ്തകത്തിൽ 12 അപ്പോസ്തലന്മാരെന്ന് പറയുന്നു. ആ സ്ഥാനം, 12ാമത്തെ സ്ഥാനം ആർക്കായിരിക്കും? അവർ നെറുക്കെടുത്ത മത്തായിക്കായിരിക്കുമോ, അതോ പ്രവർത്തിച്ച പൗലൂസിനായിരിക്കുമോ? ആർക്കായിരിക്കും ആ 12ാമത്തെ സ്ഥാനം? ഡൗട്ട് എഴുതിയ ആളിൻ്റെ പേര് ഞാൻ പറയണോ വേണ്ട? പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഡൗട്ടുകളൊക്കെ ഒന്നും ആരും എഴുതത്തില്ല. 12ാമത്തെ ആളുടെ പേര് എന്താണെന്നാണ് എന്നോട് ചോദിച്ചിരിക്കുന്നത്. നൗ 12ാമത്തെ ആളുടെ പേര് നിങ്ങൾക്ക് ശരിക്കും അറിയണം. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് പിടികിട്ടും ആരായിരുന്നു 12ാമത്തെ ആൾ. ഐ ഡോണ്ട് നോ. God decides. 12ാമത്തെ ആളാ, He decides. 12ാമത്തെ ആൾ നിങ്ങളും ഞാനും ആണല്ലോ. Who knows? So I don't know that answer. Very sorry. 2-3 വേറെ ചോദ്യങ്ങൾ. TNT എന്ന് പറയുന്നത്, I am 29, I am married, mother of a child. Do I belong to TNT? Yes, you belong to TNT. 49 വയസ്സ് വരെ TNT ആണ്. നേരത്തെ നമ്മൾ ടീൻസ് ആൻഡ് 20s ആയിരുന്നു. ഇപ്പം ടീൻസ് ആൻഡ് തിമോത്തിയൻസ് ആക്കി. സോ ബിലോ 49, സോ യു ആർ TNT. നൗ ആദ്യത്തെ ഡൗട്ട്, ജീസസ് സെഡ് മൈ ഷീപ്പ് വിൽ റെക്കഗ്നൈസ് ദ സൗണ്ട് ഓഫ് ദ ഷെപ്പേർഡ്. ഹൗ ക്യാൻ വി റെക്കഗ്നൈസ് ദ വോയിസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇൻ അവർ ഡെയിലി ലൈഫ് ദാൻ ദ ബൈബിൾ വേഴ്സ്? I have heard Holy Spirit can speak to us audibly like a person. Now, പരിശുദ്ധാത്മാവിന് നമ്മളോട് സംസാരിക്കും. യേശു പറഞ്ഞു, എൻ്റെ ശബ്ദം എൻ്റെ ആടുകൾ അറിയുന്നു. അപ്പം നമ്മുടെ നോർമൽ ലൈഫിൽ എങ്ങനെയാണെന്ന് നോക്കിക്കേ. വല്ലപ്പോഴും വിളിക്കുന്ന ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരാണെന്ന് ചോദിക്കും. ഒരാൾ കുറേ നാൾ കഴിഞ്ഞ് വിളിച്ചാലും നമ്മൾ ആരാന്ന് ചോദിക്കും. പക്ഷേ ദിനംതോറും വിളിച്ചുകൊണ്ടിരിക്കുന്ന ആൾ എന്നാ ഉണ്ട്. ഇപ്പം ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും, ഇപ്പം തോമസ് കുട്ടി ബ്രദറോ, അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കുന്ന റോയ് ബ്രദറോ, റെജി ബ്രദറോ, ഗവർണേഴ്സിനകത്തുള്ള ഹു ഇൻട്രാക്ട് വിത്ത് മീ ഓൺ എ ഡേ ടു ഡേ ബേസിസ്, ഹെവൻലി ഫീസിലെ ഗവർണേഴ്സിനകത്ത്, അവർ വിളിക്കുമ്പം ഞാൻ ഒരിക്കലും പറയത്തില്ല ആരാ. വിളിക്കുമ്പോൾ എന്നാണ് വിശേഷം എന്ന് പറഞ്ഞാൽ തുടങ്ങും. സോ ദ മോർ ഫെമിലിയർ, ദ മോർ യു സ്പെൻഡ് ടൈം, the more audible the voice will become. Now,
ക്യാൻ ഹി സ്പീക്ക് ഓഡിയബിളി? പരിശുദ്ധാത്മാവിന് കേൾക്കുന്ന നിലയിൽ സംസാരിക്കാൻ പറ്റുമോ? പറ്റും. ഞാൻ ഓഡിയബിളായി ഐ ഹാവ് ഹേർഡ് ഹിം സ്പീക്ക്. there are instances. ഞാൻ പറഞ്ഞല്ലോ, സൂപ്പർ നാച്ചുറലി ഒത്തിരി അനുഭവങ്ങൾ എനിക്കുണ്ട്. പക്ഷേ അത് മുഴുവൻ ഞാൻ ലൈവിൽ പറയത്തില്ല. അതിൻ്റെ കാരണം ഇത് അതിൻ്റെതായ അർത്ഥത്തിൽ എടുക്കാൻ പക്വതയില്ലാത്തവരും വീണ്ടും ജനിക്കാത്തവർക്ക് ഇതൊരു തമാശയായിരിക്കും. മുത്തുകൾ ഒരിക്കലും നമ്മൾ വെറുതെ കളയരുത്. ഹി ക്യാൻ സ്പീക്ക് ഓഡിയബിൾ. 3 തരത്തിലുള്ള ശബ്ദങ്ങളുണ്ട്. ഒന്ന്, ദൈവം എന്നോട് സംസാരിക്കുന്ന ശബ്ദം. ആ ദൈവം പരിശുദ്ധാത്മാവിലൂടെയാണ് സംസാരിക്കുന്നത്. യേശു എന്നോട് സംസാരിച്ചു എന്ന് പറയുന്നത് യേശുവിൻ്റെ വാക്ക് എന്നിൽ പരിശുദ്ധാത്മാവ് ആംപ്ലിഫൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കമ്മ്യൂണിയൻ വിത്ത് ദ ഹോളി സ്പിരിറ്റ്. കമ്മ്യൂണിക്കേറ്റർ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ്. അതെവിടെ അറിയാവുന്നേ? ബൈബിളിൽ വായിച്ചാൽ അറിയാം. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം, അതിൻ്റെ യോഹന്നാൻ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ യേശു തന്നെ പറഞ്ഞ ഒരു വാക്കാണ്. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം 13-ാമത്തെ വാക്യം. However, when he has come, he will not speak on his own authority. Whatever he hears, he will speak. യോഹന്നാൻ 16:13. അനി ഒന്ന് വായിക്കാവോ? സത്യത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും. സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരുകയും ചെയ്യും. സോ യേശുവിൻ്റെ വാക്ക് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയും. അത് എങ്ങനെയാണ് അറിയുന്നത്? ദൈവമാണോ, നമ്മുടെ ആഗ്രഹമാണോ? പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങളാണ് ദൈവം എന്നോട് സംസാരിച്ചെന്ന് പറയുന്നത്. ഇപ്പം ചിലരെ പറയും, എന്നോട് കർത്താവ് പറഞ്ഞു ഈ സഭ വിട്ടേച്ചു പോകാൻ. ഒരിക്കലും പറയത്തില്ല. കാര്യം വചനത്തിന് അടിസ്ഥാനമില്ല. അതിന് ദൈവം പറയുന്നത് എല്ലാത്തിനും വചനത്തിനോട് അടിസ്ഥാനം കാണും. 1. 2, സമാധാനം കാണും. പ്രത്യേകിച്ചും യൗവനക്കാരോട് ഞാൻ പറയാം, നിങ്ങൾ ധൃതി വെക്കരുത്. ഇപ്പം ഒരാളോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്വപ്നം കാണുന്ന നമ്മളോർക്കും ദൈവം പറയുകയാണ് അങ്ങോട്ട് പോകാൻ. അല്ലല്ല, ദൈവം വിസ്ഡം തന്നിട്ടുണ്ട്. വിസ്ഡം ഒരിക്കലും ഇമോഷൻസായിട്ട് കൺട്രോൾഡ് അല്ലാത്ത ഇമോഷൻസ്, അതിനാണ് ഈ ദൈവത്തിൻ്റെ ജീവനിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നവർ അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. അതിനാണല്ലോ ഈ കർത്താവിൻ്റെ സീക്രട്ട് പ്ലേസ്, അബൈഡ് ഇൻ ഹിസ് സീക്രട്ട് പ്ലേസ് എന്ന് പറയാനുള്ള കാരണം. ഇഫ് യു ആർ നോട്ട് ഇൻ ദാറ്റ് പ്ലേസ്, വാട്ട് ഹാപ്പൻസ് ഇസ് യു ആർ കൺട്രോൾഡ് ബൈ ഇമോഷനാണ് പിന്നെ നമ്മളെ നടത്തുന്നത്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ 17 പറയാണ്. 17, who past feelings they are understanding because they are alienated from the life of God because of ignorance. Past എങ്ങനെയാണ് നടക്കുന്നത്? ഫീൽ ഓവർ ലൂഡ്നെസ് എന്ന് പറയുന്നത് അൺകൺട്രോൾഡ് ഫീലിംഗ്, ഇമോഷൻ എന്ന് പറഞ്ഞാൽ അങ്ങ് എൻ്റെ അകത്തങ്ങ് അത് വേണം അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഓർക്കും ദൈവം നമുക്ക് തരുവാന്ന്. അല്ല, ദൈവം എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ സമാധാനം വരും. യൗവനക്കാരോട് ഞാൻ പറഞ്ഞ, നമുക്കൊരാളോട് ഇഷ്ടം തോന്നുന്നതിനകത്ത് ദാറ്റ്സ് നോട്ട് എ ഫോൾട്ട്, ബട്ട് ട്രൂ ലവ് വെയിറ്റ്സ് അപ്പോൺ ദ ലോർഡ്. 2, നിങ്ങൾക്ക് അപ്പനും അമ്മയും ദൈവമാക്കി വെച്ചിരിക്കുന്ന അധികാരമാണ്. അവരുടെയും കൂടെ സന്തോഷം ഇതിനകത്ത് വരും, ദൈവം ഇതിനകത്തുള്ളപ്പോൾ. 3, അപ്പം ഇത് 3 അല്ലേ? 1, പരിശുദ്ധാത്മാവ് സംസാരിച്ചു. 2, ഗിരീഷ് 19, 17, 18, 19 കൂടെ ഇട്ടു, അതായിരിക്കും നല്ലത്. അപ്പം ഈ ദൈവം സംസാരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഒരു സമാധാനം കൂടെ, പീസ്. 3,
ദൈവം മനുഷ്യ ആത്മാവ്, അതായത് എൻ്റെ ആഗ്രഹം. നോ ഉദാഹരണമാണ്, ഹെവൻലി ഫീസ്റ്റിൽ പല തീരുമാനങ്ങൾ ഞാൻ എടുക്കുമ്പോൾ ഞാൻ എടുക്കുന്ന തീരുമാനത്തിൻ്റെ പിന്നിൽ എനിക്കൊരു സമാധാനം വേണം. ഇപ്പോൾ റീച്ച് എക്സ്പ്രസ് അങ്ങനെയാണ് തുടങ്ങി. അത് ഒരു പ്രോജക്റ്റ് ആയിരുന്നു. പക്ഷേ ലുക്ക് ഹൗ പതുക്കെ ഇന്നത്തെ ദിവസം എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് മനസ്സിലാകുക റീച്ച് എക്സ്പ്രസിൻ്റെ ഗുണം. ഒന്ന്, ഇത്രയും ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴും വിലക്കയറ്റമില്ലാതെ പൊതുജനത്തിന് സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക. റിലൻറ്റ്ലെസ്ലി 24 മണിക്കൂറും ഓപ്പണാണ് റീച്ച് എക്സ്പ്രസ് വഴി ഇന്ന് റീച്ചിൻ്റെ പ്രവർത്തകർ ജോലിയില്ലാതെ ഓർത്ത് നോക്കിക്ക് കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് നിൽക്കുന്നവർ. അവരുടെ എല്ലാം ഭവനങ്ങളിൽ റീച്ചിൻ്റെ പ്രവർത്തകർ കൊണ്ടുപോയി ഭക്ഷണ പദാർത്ഥങ്ങൾ റീച്ച് എക്സ്പ്രസ്സിൽ നിന്ന് കൊടുത്തു. ആൻഡ് ദാറ്റ് ടു ജസ്റ്റ് ഇമാജിൻ വി ക്യാൻ സെർവ്. അപ്പം ഇത് മുന്നമേ അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പരിശുദ്ധാത്മാവ് വരാനിരിക്കുന്നത് കണ്ട് നിങ്ങളെ അതിനകത്തോട്ട് നടത്തും. അതിനകത്തൊരു പീസ് കാണും. അപ്പം അത് നമ്മൾ ജഡത്തിൽ ചിന്തിക്കുമ്പോൾ അന്ന് ഒത്തിരി പേര് കളിയാക്കുകയോ ഒക്കെ ചെയ്തു. സൂപ്പർ മാർക്കറ്റ് തുടങ്ങി. സൂപ്പർ മാർക്കറ്റിൻ്റെ മുഴുവൻ ലാഭവും വിമൻ എംപവർമെൻറ്റിൽ പോകുന്നത്. സോ ഇറ്റ്സ് നോട്ട് ഫോർ മീ അറ്റ് ഓൾ. പക്ഷേ അത് തുടങ്ങാൻ പറയുമ്പോൾ നോക്ക്, അതാ ഞാൻ പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോ സ്റ്റെപ്പായിട്ട് നടത്തും. ഇന്നലെ ജെബി ബ്രദർ ഒരു കാര്യം ചോദിച്ചു, ഹൗ ഡു യു നോ ഫോൾസ് വർഷിപ്പ്? അത് ഇസ് ആൻസറും ഇവിടെ തന്നെയാണ്. അതിൻ്റെ 14ാമത്തെ വാക്യം, He will glorify me and he will take what is mine and declare it to you. 14ാമത്തെ വാക്യം, 16:11. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? എന്നെ മഹത്വപ്പെടുത്തും. നോക്ക്, ഈ ഇന്നർ ചേംബർ ആയിക്കോട്ടെ, ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷയുമായിക്കോട്ടെ, ആ ശുശ്രൂഷ നിങ്ങളോട് ചോദിക്കണം, ഈ ശുശ്രൂഷ എന്നെ എങ്ങോട്ടാണ് നയിക്കുന്നത്? തങ്കു ബ്രദറിലോട്ടാണ് നയിക്കുന്നതെങ്കിൽ തങ്കു ബ്രദർ പറഞ്ഞ ശുശ്രൂഷയ്ക്ക് എവിടെയോ കുഴപ്പമുണ്ട്. എന്നാൽ ഈ വചനം നിങ്ങളെ യേശു ക്രിസ്തുവുമായിട്ടുള്ള പ്രണയബന്ധത്തിലോട്ടാണ് നയിക്കുന്നതെങ്കിൽ അത് പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയാണ്. പരിശുദ്ധാത്മാവ് ഒരിക്കലും വേറെ ഒന്നിനെയും ഉയർത്തത്തില്ല. പരിശുദ്ധാത്മാവ് യേശുവിനെ ആയിരിക്കും ഉയർത്തുന്നത്. ഞാൻ നമ്മുടെ ശുശ്രൂഷക മീറ്റിങ്ങിൽ പലപ്പോഴും ശുശ്രൂഷകരോട് പറയാറുണ്ട്, ഒരു മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ജനങ്ങൾ നിങ്ങളുടെ ചുറ്റും കൂടിയെങ്കിൽ ആ ശുശ്രൂഷയിൽ എവിടെയോ ഒരു കുഴപ്പമുണ്ട്. നമ്മൾ യേശുവിനെ അല്ല പ്രസംഗിച്ചത്. ജനം ഒരിക്കലും നമ്മുടെ പുറകെ അല്ല വരേണ്ടത്. അതാണ് ഈ പൗലോസ് പോലും ലേഖനങ്ങളിലൊക്കെ പറയുമ്പോൾ കൊടിയ ചെന്നായ്ക്കൾ സഭയ്ക്കകത്തുണ്ട്, അവർ നിങ്ങളെ അവരുടെ പിന്നാലെ വലിച്ചോളൂ. ഒരിക്കലും ഒരു മനുഷ്യൻ്റെ പിന്നാലെ പോകരുത്. യേശു ആ കർത്താവ്, യേശുവിനെ പിൻപറ്റണം, യേശുവിൽ വിശ്വസിക്കണം. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ കൗണ്ടർ ഫീറ്റ്സ് ഇല്ലേ? നൗ ജെബ്രർ പറയാൻ കാരണം, ഞാൻ ഈ ടോപ്പിക് കാനഡയിൽ ഞാൻ ചെന്നപ്പോൾ എടുത്തായിരുന്നു. സോളിഷ് പ്രെയർ, ജഡിക പ്രാർത്ഥന. നൗ ഒരു മോള് വന്ന് എന്നോട് പറഞ്ഞ, ഇന്ന ആളുമായിട്ട് എനിക്ക് പ്രണയമാണ്, തങ്കുവങ്കൾ പ്രാർത്ഥിക്കണം, ആ പയ്യന് എന്നോട് തന്നെ പ്രേമിക്കാൻ തക്കവണ്ണം പ്രാർത്ഥിക്കണം, എന്നെ കല്യാണം കഴിക്കണം, അതിന് പ്രാർത്ഥിക്കണം, വിഷയം വെച്ച് പ്രാർത്ഥിക്കണം. അതിൻ്റെ പേരാണ് കൂടോത്രം, മന്ത്രവാദം എന്ന് പറയും. സോളിഷ് പ്രെയർ. ഒരാളെ ഞാൻ പ്രാർത്ഥിച്ച് നിർബന്ധമായി അയാളുടെ മനസ്സ് എന്നിലോട്ട് ആകർഷിക്കാൻ നോക്കിക്കുക. ദൈവം ഒരിക്കലും അത് ചെയ്യത്തില്ല. ഇവിടെയാണ് യേശുക്രിസ്തു എൻ്റെ കർത്താവാണോ, അത് എനിക്ക് വെച്ചിരിക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ വരുന്നേ, ഞാൻ കണ്ടന്റ് ആയിരിക്കണമെന്ന്. വിഷയം വെച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന പലതും സോളിഷ് പ്രെയറാ. ഇറ്റ്സ് നോട്ട് ബിബ്ലിക്കൽ. ബൈബിളിൽ വെച്ച് പ്രാർത്ഥിക്കത്തില്ല. വെച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഒരാളെ മനസ്സ് മാറ്റിക്കാനുള്ള പ്രാർത്ഥന. കൂടോത്രം എന്ന് പറഞ്ഞാൽ എന്താ? അൺഡ്യൂ ഇൻഫ്ലുവൻസ് അപ്പോൺ സം. മക്കൾക്കാണ്, അപ്പനമ്മമാരാണേലും മക്കളെ ഓവർ ഇൻഫ്ലുവൻസ് ചെയ്യുക, അവരെ മാനിപ്പുലേറ്റ് ചെയ്യുക, അവരുടെ കസ്റ്റഡിയിൽ വെക്കാനായിട്ട് ചെയ്യരുത്. വലിയ അപകടമാണ്. അതിന് നമ്മൾ ആത്മീയ പരിവേഷം കൊടുക്കുക. ഭയങ്കര പ്രാർത്ഥന, ധൈര്യത്തോടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചത് ശരിയാക്കും. അല്ല, അത് ദൈവത്തിൻ്റെ പ്ലാൻ അങ്ങനെയല്ല.
ചിലർ എന്നോട് വിളിച്ച് പ്രയർ വിഷയം പ്രാർത്ഥിച്ച് എന്തെങ്കിലും കണ്ടെങ്കിൽ പറയണം. കണ്ടാൽ ഞാൻ പറയാറില്ല. എന്തെങ്കിലും അഡ്വേഴ്സ് കണ്ടിട്ടുണ്ടോ ഞാൻ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കൃപാവരമില്ലാഞ്ഞിട്ടല്ല. ഞാൻ കാണുന്ന പല കാര്യം ഞാൻ ഇതിനത് കണ്ടു, ഇങ്ങനെ നടക്കും, നിങ്ങൾ എന്നിൽ ആശ്രയിക്കാൻ തുടങ്ങും. ചെയ്യരുത്. ഒരു മനുഷ്യരിലും ആശ്രയിക്കരുത്. മരിച്ചവൻ ഒരുവനേ ഉള്ളൂ, ഉയർത്തെഴുന്നേറ്റവനായ യേശു ക്രിസ്തു. അതാണ് യേശു പറയാണ്, ഹി വിൽ ഗ്ലോറിഫൈ മീ. 2-3 കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ എന്നാ പറയേണ്ടത്, നമ്മുടെ മനസ്സ് ഏകാഗ ചിത്തമായിരിക്കണം കർത്താവുമായിട്ട്. വി ഷുഡ് ബി ഫോക്കസ്ഡ് ഓൺ ക്രൈസ്റ്റ്. അപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞു തരാമെന്നല്ലാതെ എനിക്ക് പിടിച്ചു നടത്താൻ പറ്റുമോ? ഇല്ല. ഡിസിഷൻസ് എടുക്കേണ്ട ഇത് കേൾക്കുന്നവരാണ്. ഇന്നും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് അഗ്രിമെൻറ്റ് കാണത്തില്ലായിരിക്കാം. ആൻഡ് യു മൈറ്റ് ബി റൈറ്റ് ഇൻ യുവർ വേ, ബട്ട് ഐ എം നോട്ട്. എന്നോട് ബൈബിൾ ബേസ്ഡ് ആയിട്ട് യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം. സോ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ദാറ്റ് ഹൗ വി ക്യാൻ ഹിയർ. പരിശുദ്ധാത്മാവ് എപ്പോഴും യേശുവിനെ ഉയർത്തും. ആൻഡ് it is the Lord. Number 2, and the third, does Satan can put thoughts in a believer's mind? Sure. സാത്താൻ്റെ തന്ത്രം, സാത്താൻ ഇന്ന് ഒരു വിശ്വാസിയെ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഒരിക്കലും തൊടാൻ പറ്റത്തില്ല. പക്ഷേ ചിന്തകൾ, അതുകൊണ്ടാണ് ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ. ഈ ബൈബിളിൻ്റെ മുഴുവൻ സാരാംശം എന്താ? എഫീഷ്യർ 6-ാം അധ്യായം 10-ാമത്തെ വാക്യം. എന്താ 6-ാം അധ്യായം? ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ആ ഭാഗം ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും. അപ്പം ഇത് മുഴുവൻ്റെ സാരാംശം എന്താ? നമ്മൾ സ്വന്തം കാലിൽ നിൽക്കണം. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. എന്നിട്ട് പറയുന്നത് എന്താ? പിശാചിൻ്റെ തന്ത്രം. പിശാചിന് ആയുധമില്ല, തന്ത്രമേ ഉള്ളൂ. ഫയറി ഡാർട്ട്സ്, തീ അമ്പുകൾ, ദൂരെ നിന്നുകൊണ്ട് ഇങ്ങനെ ഡാർട്ട് എറിയാവുന്നേ ഉള്ളൂ, ഒന്നും ചെയ്യാനില്ല. അതെവിടെയാ? തോട്ട്സ് ആൻഡ് ഇമാജിനേഷൻസ്, സങ്കല്പങ്ങളും വിചാരങ്ങളും. ഇതിനെക്കുറിച്ച് മുമ്പോട്ട് ഞാൻ പോകുമ്പോൾ കൂടുതൽ നിങ്ങളോട് പറയാം. തോട്ട്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാം പിശാചിന്. നമ്മൾ ചിന്തിച്ചു പോകും, അഗ്രിവേറ്റ്. ചിലർ ലക്ഷണം വെച്ച് പറയും, ഇങ്ങനെ തീരുമാനം എടുത്തപ്പോൾ ഇതൂടെ വന്നു, പോകരുത് ലക്ഷണം വഴി. പണ്ട് പൗലോസ് യാത്ര പുറപ്പെടുമ്പോൾ പറഞ്ഞു, മുമ്പിൽ ഈശാനമൂലമുണ്ട്, പോകരുത്. ആ സമയത്ത് താഴെ എഴുതിയിരിക്കുക, ഒരു അനുകൂല കാറ്റ് വീശും. തെറ്റായ തീരുമാനം എടുക്കുമ്പോൾ ഒരു അനുകൂല കാറ്റ് വീശും. പിശാച് കാണിച്ചു തരും, നല്ല ബെസ്റ്റാ, പൊയ്ക്കോ, മുമ്പിൽ തകർച്ചയാണ്. പലപ്പോഴും നമ്മുടെ ദൈവമാക്കി വെച്ചിരിക്കുന്നു. ഇന്നലെ രാത്രി പറഞ്ഞ കാര്യം വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയാം. ദൈവത്തിന് ഭൂമിയിൽ 2 ഇൻസ്റ്റിറ്റ്യൂഷനാണ് ദൈവത്തിൻ്റെ. ഒന്ന് സഭ, ക്രിസ്തു തൻ്റെ സഭയും. രക്ഷിക്കപ്പെട്ട് ഏത് സഭയിലാണോ നിങ്ങളെ ആക്കിയത് അവിടെ വിശ്വസ്തയോടെ നിൽക്കാൻ. ചിലപ്പം പറയാം, എനിക്ക് അവിടെ ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് ഇഷ്ടപ്പെടാത്തത് എന്തോ അവിടെ ഉള്ള ആ ഭാഗം ഒന്ന് മാനസാന്തരപ്പെട്ടാൽ മതി, ശരിയാകും. 2 കുടുംബം, ഭാര്യ ഭർത്തൃബന്ധം, ഈ രണ്ടുമാണ് ദൈവം ഇൻസ്റ്റിറ്റ്യൂട്ടഡ്, ദൈവത്തിൻ്റെ ഭൂമിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പം അതിന് വിപരീതമായ ഒരു തീരുമാനം എടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും അനുകൂലമായിട്ട് ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ട് തോന്നും. നോ, ഇറ്റ്സ് നോട്ട് ഗോഡ്സ് വിൽ. സോ പിശാച് ക്യാൻ മാനിപ്പുലേറ്റ് അവർ തോട്ട്സ്. ഓക്കെ, 20 മിനിറ്റ് പോയി, ഇനി 40 മിനിറ്റ് കൂടെ ഉള്ളൂ. ക്വസ്റ്റ്യൻസ്, ഞാനിത് ക്വസ്റ്റ്യൻസ് അനൗൺസ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, എല്ലാവരുടെ മനസ്സിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ലെറ്റ് ഇറ്റ് ഗോ. ഫേബ എന്ത് ചെയ്യേ? ഫേബ ചോദിച്ചത് ഏതൻ തോട്ടം എവിടെയാണെന്നറിയാവോ? ഫേബ എൽദോസ്, നമ്മുടെ സ്കോട്ട്ലൻഡിലെ ഫേബ മോളാണ്. എൻ്റെ ഷീസ് എ ലിറ്റിൽ ഡോട്ടർ ഓഫ് മൈൻ ഫ്രം സ്കോട്ട്ലൻഡ്.
3 ചോദ്യമുണ്ട്. ആ 3 ചോദ്യത്തിൻ്റെ അവസാന ചോദ്യം, വേർ ഇസ് ദ ഗാർഡൻ ഓഫ് ഏഡൻ? എൻ്റെ മോളെ, എനിക്ക് ഒരു പിടിയില്ല. ഞാൻ ജോഗ്രഫിയിൽ വട്ടപൂജയായിരുന്നു, എങ്ങനെയൊക്കെ ജയിച്ചു പോയത്. ആക്ച്വലി ഐ ഡോണ്ട് നോ എവിടെയായിരുന്നു. തിയോളജിയൻസ് മൈറ്റ് നോ ഇറ്റ്. ഐ എം നോട്ട് എ തിയോളജിയൻ. ഐ എം എ ലവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. സോ ഐ ഡോണ്ട് നോ ദാറ്റ് ആൻസർ. ജോസഫ് വാസ് മെൻഷൻഡ് ഇൻ ലൂക്ക്. യേശുവിൻ്റെ പിതാവായ യോസഫ് ലൂക്കോസ് സുവിശേഷത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ആൻഡ് ഹി വാസ് നോട്ട് മെൻഷൻഡ് എനിവെയർ എൽസ്. വാട്ട് ഹാപ്പൻ ടു ഹിം? മഹാത്മാഗാന്ധിക്ക് എത്ര പിള്ളേരുള്ളത്? അവർ ചേട്ടനിയന്മാർ ഏതാണ്ട് 15-16 പേരുണ്ടായിരുന്നെന്നാണ് എൻ്റെ അറിവ്. ഓഫ് ഹാൻഡാണ് ഞാൻ പറയുന്നത്. എനി ഹൗ ഇറ്റ് വാസ് മോർ ദാൻ 6 or 7 or 10. പക്ഷെ ബാക്കിയുള്ളവരെ കുറിച്ചൊന്നും എഴുതിയിട്ടില്ല. മഹാത്മാഗാന്ധിയെക്കുറിച്ച് മാത്രം എഴുതിയ കാര്യം എന്താ? ദ സെൻറ്റർ ഓഫ് ദ സ്റ്റോറി വാസ് മഹാത്മാഗാന്ധി. സോ ജോസഫ് വാസ് നോട്ട് ദ സെൻറ്റർ ഓഫ് സ്റ്റോറി. ഹി മൈറ്റ് ബി ദെയർ, ഹി മൈറ്റ് നോട്ട് ബി ദെയർ. ചരിത്രം, ഹിസ്റ്ററി, ഐ ഡോണ്ട് നോ. ആസ് ഫാർ ആസ് ഐ ഹാവ് ഹേർഡ്, ജോസഫ് ചെറുപ്പത്തിലെ മരിച്ചുപോയെന്നാണ് ഞാൻ കേട്ടത്. അത് കഴിഞ്ഞിട്ട് അപ്പനില്ലാതെ യേശു കുടുംബത്തിൻ്റെ കാര്യം മുഴുവൻ നോക്കി. ഇതൊക്കെ ചരിത്രമാണ്, കേട്ടുകേൾവിയാണ്, ബൈബിളിലെങ്ങും എഴുതിയിട്ടില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ചും എനിക്ക് ഉറപ്പില്ല. പക്ഷേ എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, യേശുവിലൂടെ രക്ഷ. യേശുവാണ് സെൻറ്റർ ഓഫ് സ്റ്റോറി. സോ ലെറ്റ് us ഫോക്കസ് ഓൺ ഹിം. സോ there are ഐ ഡോണ്ട് നോ വൈ, എനിക്കറിയത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഇന്ന് ഓഫ് ആയി പോകുന്നുണ്ട്. സോ വി ആർ ഗോയിങ് നൗ ടു ഗോ to a very important topic, the presence, the glory of God. Now, secret place of the Most High. Now, 91 സങ്കീർത്തനത്തിൽ, he who dwells in the secret place of the Most High shall abide under the shadow. 91 സങ്കീർത്തനം 1-ാമത്തെ വാക്യം, he who abides in the inner chamber, the secret place. Now, ഇത് ഈ സീക്രട്ട് പ്ലേസ് എന്നുള്ള പദം പലയിടത്തും ഉണ്ട്. ഇഫ് യു ലുക്ക് അറ്റ് സാംസ് 31, സങ്കീർത്തനം 31, അതിൻ്റെ 20-ാമത്തെ വാക്യവും, യു ഷെൽ ഹൈഡ് ദം in the secret place of your presence, of your glory alla, presence. Now, you shall hide them in the secret place of your presence. ani എടുത്തായിരുന്നു 31:20. നീ ഒരു മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ച് സാന്നിധ്യത്തിന്റെ മറവിൽ മറയ്ക്കും. ദ സീക്രട്ട് പ്ലേസ് ഓഫ് യുവർ പ്രസൻസ് ഫ്രം ദ പ്ലോട്ട്സ് ഓഫ് മാൻ യു ഷാൽ കീപ് ദം സീക്രട്ട്ലി ഇൻ എ പവിലിയൻ ഫ്രം ദ സ്ട്രൈഫ് ഓഫ് ടങ്സ്. സങ്കീർത്തനം 31:20. സീക്രട്ട് പ്ലേസിൽ യു വിൽ ഹൈഡ് ഹിം. സീക്രട്ട് പ്ലേസിനകത്ത്, ഇന്നർ ചേംബറിനകത്ത് എന്താ? ഹിസ് പ്രസൻസ്. His presence. So 91 സങ്കീർത്തനം എന്ന് പറയുന്നത് എന്താ? He who dwells in the secret place of the Most High shall abide in the shadow of the Almighty. അതിൻ്റെ 4-ാം വാക്യം, he shall cover you with his feathers, under his wings you shall take refuge. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ മറയ്ക്കുന്നത് പോലെ. ഇപ്പോൾ ഒരു മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കോഴി ചിറക് വിടർത്തുമ്പോൾ കുഞ്ഞുങ്ങളെല്ലാം അതിൻ്റെ അകത്തിരിക്കും. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു കുഞ്ഞ് വെളിയിൽ പോയി നനഞ്ഞാൽ കോഴിത്തള്ളയുടെ കുഴപ്പമല്ല അത്. ഈ കോഴിക്കുഞ്ഞിന് ആ ചിറക് ഉണ്ടായിരുന്നു, അവിടെ അവൈലബിളാണ് എന്ന് പറഞ്ഞതുപോലെ ഇന്ന് ഞാനിത് പറയുമ്പം വാസ്തവത്തിൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം, അല്ലെ വിശ്വാസികൾ എന്ന് പറയുന്നത് വെറും രക്ഷിക്കപ്പെട്ട് സ്വർഗത്തിൽ പോകാൻ ഒരു കൂട്ടമാണ്. നിത്യത മുറുകെ പിടിച്ചിട്ടുണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല, ഇല്ലെന്ന് ചോദിച്ചാൽ ആണോ എന്നും അറിയത്തില്ല. ജഡത്തിലാണോ അതും അല്ല, അതിൻ്റെ ഇടയ്ക്ക് കിടന്ന് കളിക്കുക. ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിൻ്റെ ഇറ്റ് ഈസ് the generator, the degeneration that has happened. Look, the living Christ, ഉയർത്തെഴുന്നേറ്റവനായ യേശു
He is available, but he will never force you. എൻ്റെ ഡിസിഷനാണ്, എൻ്റെ തീരുമാനമാണ് that I am going to walk into his presence, stay in his presence. Now ഇവിടെ I will say of the Lord, he is my refuge, my fortress. രണ്ടാമത്തെ വാക്യം, അവൻ എൻ്റെ വായിച്ചോ, സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയുന്നു. Now you activate the promise of God. നമ്മളാണ് നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിക്കുകയും വായിക്കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യുമ്പോൾ ആണ് ആക്ടിവേറ്റഡ് ആകുന്ന പ്രോമിസസ് ഓഫ് ഗോഡ്. യു ആക്ടിവേറ്റ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. യു ആക്ടിവേറ്റ് ബൈ യുവർ വേർഡ്സ്. നൗ മിനിയാന്ന് ഇന്നർ ചേംബറിനെ കുറിച്ച് ഞാൻ പറഞ്ഞ സമയത്ത് ഷട്ട് യുവർ ഡോർ എന്ന് ഞാൻ പറഞ്ഞു. അടയ്ക്കണം. നമ്മൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ മനസ്സിൻ്റെ അടയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കാരണം നമ്മൾ നിശ്ചലമായി ഇരിക്കുന്ന സമയത്താണ് പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലൂടെ പോകുന്നത്. ഗ്യാസ് അടച്ചോ, വാതിലടച്ചായിരുന്നോ, നാളത്തെ കാര്യം എന്താകും, അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ വരുന്നു. ആ ചിന്തയെ ഓവർകം ചെയ്യുന്നത് നമ്മുടെ വാക്കുകളാണ്. നിങ്ങൾ ഒച്ചത്തിൽ സംസാരിച്ചുകൊണ്ട് ചിന്തിക്കാൻ പറ്റുമോ? രണ്ടും ചെയ്യാൻ പറ്റത്തില്ല. സംസാരവും ചിന്തയും ഒന്നിച്ച് നടക്കത്തില്ല. സെയിം വേ ദ വോയിസ്, നിങ്ങളുടെ ശബ്ദം നിങ്ങൾ പറയുമ്പോൾ യുവർ മൈൻഡ് ഗെറ്റ് ഫോക്കസ് ഇൻ ടു വാട്ട് യു ആർ സ്പീക്കിംഗ്. ദെയർഫോർ ഐ വിൽ സേ. യേശുവിൽ വിശ്വസിക്കുന്ന ഒരാള് വാഗ്ദത്തം ഒരു ബാധയും എൻ്റെ കൂടാരത്തിന് സമീപിക്കത്തില്ല. ഇത് പറയുമ്പോൾ അതിൻ്റെ പവർ, ഞാൻ ആദ്യത്തെ ദിവസത്തെ ലൈവിൽ, ഇറ്റ്സ് ഓൺ ദ ഫേസ്ബുക്ക്, യു ക്യാൻ ലിസൺ ടു ഇറ്റ്. മരണവും ജീവനും എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ വിശ്വസിക്കുന്നത് അരുളി ചെയ്യുമ്പോൾ ഇറ്റ് ഗെറ്റ്സ് അലൈൻഡ് ആൻഡ് ഗെറ്റ്സ് ബിക്കം ദ പവർ ഓഫ് ഗോഡ്. പലപ്പോഴും അത് നടക്കാത്തത് നമ്മൾ ഒത്തിരി നുണ ഒരു ദിവസം പറയുന്നു, ഒത്തിരി കള്ളം, വേണ്ടതും വേണ്ടാത്തതിനൊക്കെ അങ്ങ് നുണ പറയാതിരുന്നേ. അപ്പോൾ ഹൃദയം വിശ്വസിക്കും ഈ പറയുന്നത് കറക്റ്റാണ്. വാഗ്ദത്തം ആക്റ്റീവ് ആകും, വാഗ്ദത്തം ലൈവ് ആകും. ആൻഡ് ഇറ്റ് വിൽ ബിക്കം ദ പവർ ഓഫ് ഗോഡ്. ഒരു 1800-കളിൽ താമസിച്ചുകൊണ്ടിരുന്ന, ജീവനോടിരുന്ന ഒരു ഇവാഞ്ചലിസ്റ്റ് ഉണ്ടായിരുന്നു. ഈവൻ ഹി വാസ് ഇൻ വാഷിംഗ്ടൺ. ഈവൻ ദ മെഡിക്കൽ ബോർഡ് ഗേവ് ഹിം ഡോക്ടേഴ്സ് ലൈസൻസ്. അതുപോലെ സൗഖ്യങ്ങളാണ് നടക്കുന്നത്. At one time he made a statement like this. ഒരു germ, ഒരു plague വന്നപ്പോൾ he was serving the people and people said he will die in it. He said no germ, ഒരു germ എൻ്റെ ശരീരത്തിൽ നിന്നാൽ ചത്തുപോകും. That is how much the blood of Jesus that ran in my life. No germ can stay inside my body. വാട്ട് എ സ്റ്റേറ്റ്മെൻറ്റ്. അത് കേൾക്കുമ്പോൾ വാസ്തവത്തിൽ എനിക്കൊക്കെ കുറ്റബോധം തോന്നി. ഞാൻ തലവേദനയ്ക്കൊക്കെ ഇടയ്ക്ക് മരുന്ന് മേടിക്കുന്നത്. ബട്ട് ലുക്ക് അറ്റ് ദ ലെവൽ ഓഫ് ഫെയ്ത്ത് ഹി ഈസ് മൂവിങ്. ഒരു ഇൻസിഡൻറ്റ് അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അവിടെ ഒരു പ്ലേഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹി വാസ് സെർവിങ് ആൻഡ് ദ ഡോക്ടേഴ്സ് ചലഞ്ച്ഡ് ഹിം ആൻഡ് ജേം പെട്രി ഡിഷിനകത്തിട്ട് he just took a saliva and sprinkled and every germ. This is a history 18th century 1830s താമസിച്ചുകൊണ്ടിരുന്ന ഒരു ഇവാഞ്ചലിസ്റ്റിൻ്റെ കാര്യം പറയാം. സോ വാട്ട് വാസ് ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്? അപ്പം യേശു എന്ന് പറയുന്ന ദൈവപുത്രൻ, ദൈവം, ഞാനാകുന്നവൻ ഭൂമിയിൽ വന്ന് തൻ്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്ത് തൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലിട്ട്, അത് സ്വർഗത്തിൽ പോകാൻ മാത്രമല്ല, വി ഹാവ് എ വെരി ഹൈ ലെവൽ ഓഫ് ഹൈ ലെവൽ ഓഫ് ലൈഫ് ഓൺ ദിസ് എർത്ത് അവൈലബിൾ, വിച്ച് ഈസ് ഇൻ ദ സീക്രട്ട് പ്ലേസ്. നമ്മൾ പഴയ നിയമത്തിൽ നമ്മൾ മോശയെക്കുറിച്ച് വായിക്കുന്നു. മോശയെക്കുറിച്ച് ആൻഡ് ഐ ലവ് സം ഓഫ് ദ വേർഡ്സ്. ആൻഡ് ഞാനിത് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ഐ എം പുട്ടിങ് എ ഫൗണ്ടേഷൻ ഇൻ യു വിച്ച്
യു വിൽ ഈ ഓരോ ലൈവ് കഴിയുമ്പം കർത്താവിനോടുള്ള സ്നേഹവും കർത്താവിൻ്റെ കൂടെ ഇരിക്കാനുള്ള കൊതി വരണം. ഹിയർ എക്സഡസ് 33 എന്നാ 33 and Moses took this tent pitched outside the camp. മോശ ദൈവവുമായിട്ട് തനിയെ സംസാരിക്കാനായിട്ട് ഒരു ടെൻറ്റ് ഉണ്ടാക്കിയിരിക്കുക. ആൻഡ് വെനെവർ മോസസ് വെൻറ്റ് ടു ദ ടാബർനാക്കിൾ എന്ന് പറയുന്നത് സമാപന കൂടാരം, all the people rose, each man stood at the tent door. അവർക്ക് മുമ്പോട്ട് വരാൻ പറ്റത്തില്ല. And the pillar of cloud descended and stood at the door. The pillar of cloud, മേഘസ്തംഭം, അങ്ങനെയാണോ അതിന് എഴുതിയിരിക്കുന്നത്? 33 അധ്യായം 9 വാക്യം. കടക്കുമ്പോൾ a pillar of cloud and God spoke to Moses. My God. This is the presence of God. ഇത് ദൈവത്തിൻ്റെ ഗ്ലോറി അല്ല. I am now focusing on the presence of God. ദൈവ സാന്നിധ്യം. മോശ കൂടാരത്തിനകത്തോട്ട് പ്രവേശിക്കുമ്പോൾ the glory would descend as a cloud. The presence, not the glory, sorry. Presence. ഇന്ന് I know one thing, that as we go further, visible ആയിട്ടുള്ള glory will come into your homes if you are ready in your heart. നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കർത്താവേ, എൻ്റെ അകത്ത് എന്തെങ്കിലും അല്ലാത്തതുണ്ടെങ്കിൽ കളഞ്ഞ്. പണ്ട് ഈ ഇവാഞ്ചലിസ്റ്റ് ഒരിക്കൽ ഒരു സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പാലത്തിൽ നിന്ന് താഴെ പോയി, സൂവേജിനകത്ത് പോയി. സൂവേജ് വാട്ടർ, വേസ്റ്റ് വാട്ടർ വരുന്നേ. സുബോധമുള്ള ഒരു മനുഷ്യൻ പെട്ടെന്ന് കയറൊക്കെ എടുത്ത് അയാളെ വെളിയിൽ കൊണ്ടുവന്നു. ഡോക്ടേഴ്സ് വന്നു. ആൾക്കാർ പറഞ്ഞു ഏതായാലും രക്ഷപ്പെട്ടല്ലോ, ആ വെള്ളത്തിൽ നിന്ന് വെളി വന്നല്ലോ, ഈ ചെളി വെള്ളത്തിൽ നിന്ന് വെളി വന്നല്ലോ എന്ന് പറഞ്ഞു. ഡോക്ടറിൻ്റെ മറുപടി, ചെളി വെള്ളത്തിൽ നിന്ന് ഇയാൾ വെളിയിൽ വന്നു, ഇനി ഇയാളിലുള്ള ചെളിവെള്ളം വെളി വരണം. നമ്മൾ ലോകത്തിൽ നിന്നും, ലോകത്തിൻ്റെ അസിസ്റ്റത്തിൽ നിന്നും, മരണത്തിൻ്റെയും പാപത്തിൻ്റെ നിയമത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ട് ജീവൻ്റെ ആത്മാവിൻ ഞാൻ എന്താ പറയേണ്ടിയേ, ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ പിയാനിസ്റ്റ് പ്ലേയിങ് എ നോട്ട്. ഒറ്റ നോട്ടിനകത്ത് ജീസസ് ഹാവിങ് എ ഫിംഗർ ഓൺ ആൻ ഓർഗൻ ആൻഡ് ഒറ്റ നോട്ടിനകത്ത് പാപത്തിൻ്റെ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് സച്ച് ബിഗ് മിസ്റ്ററീസ് ആർ ഹിഡൻ. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്നും മാറ്റി, ചെളിവെള്ളത്തിൽ നിന്നും മാറ്റി, ഇനി എൻ്റെ അകത്തെ ചെളിവെള്ളം വെളിയിൽ പോയാൽ മതി. വാട്ട് എ സ്റ്റേറ്റ്മെൻറ്റ്. നൗ ദ പില്ലർ കെയിം. ഞാൻ പൂനെയിൽ ഒരു പാസ്റ്റേഴ്സ് മീറ്റിംഗ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഐ വാസ് ദെയർ preaching in a pastor's meeting, Pune. And those who are watching me, who are in Pune, they will vouch for it. I am talking, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്ലോറിയെ കുറിച്ചാണ്, പ്രസൻസിനെ കുറിച്ചല്ല. ആ പ്രസൻസിനെ കുറിച്ച്, ഗ്ലോറിയെ കുറിച്ച് പറഞ്ഞ്, ആ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വിസിബിളായി I can see the cloud rolling into the place. I knew God was walking in. I knew him. സംഭവിച്ചത്, I could not stand. I fell down. Translator fell down. The whole place was filled with the glory of God. The presence, glorious presence. Glory alla, glorious presence. Now, look at this. The pillar of cloud descended and stood at the door.
pillar of cloud. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ I really pray that every house where you are sitting, every house will be filled by the presence of God. And then the Bible says, അത് കഴിഞ്ഞ് താഴെ പറയാം, and all the people saw the pillar of God. All the people, അതിൻ്റെ 10ാമത്തെ വാക്യമാണ്. All the people saw. അതല്ലേ നീ എഴുതിയിരിക്കുന്നത്? വായിച്ചേ. ജനമെല്ലാം കൂടാരവാതിൽക്കൽ മേഘസ്തംഭം നിൽക്കുന്നത് കണ്ടു. ജനം മുഴുവൻ കണ്ടു. രക്ഷിക്കപ്പെട്ടവരല്ല ഇവർ, വീണ്ടും ജനിച്ചവരല്ല ഇവർ. എങ്കിലും ദൈവത്തിൻ്റെ പ്രസൻസ്, ദ തിക്ക് ക്ലൗഡ്, എല്ലാം പീപ്പിൾ കണ്ടു, എല്ലാം ജനം കണ്ടു. I really pray that the church is entering into a season where people will see the glory of God. Will see the glory of God. വീണ്ടും ജനിച്ചൊരു ദൈവ പൈതലിന് ഈ ഒന്നിച്ചു കൂടി ആരാധിക്കുന്നത് സ്ഥലത്തിനോ കെട്ടിടത്തിനോ അല്ല വീണ്ടും ജനിച്ചവന് പ്രസക്തി. അവനും ദൈവവുമായി ഇരിക്കുന്ന ആ ഇന്നർ ചേംബർ അവന് പ്രസക്തി. അതുകൊണ്ടാണല്ലോ വീണ്ടും ജനിച്ചവരെ സംബന്ധിച്ചോളം ഇന്ന കെട്ടിടത്തിലോ അവിടെയോ കൂടരുതെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഒരു കൂസലുമില്ല. എൻ്റെ കാരണം 2 or 3 പേർ കൂടുന്നിടത്ത് ഞാൻ അവിടെ ഉണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഹൃദയം ഒന്ന് തുറന്ന്, can we enter into that inner chamber where we can see the presence of God so tangible. ഇന്ന് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയാം, വിശ്വസിക്കുന്ന ഭവനങ്ങളിൽ the tangible presence of God will fill that place in such tangibility that you will see all the people saw. അസൂസ ഉണർവ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ കണ്ടു അഗ്നി അവിടെ നിൽക്കുന്നത്. പല പല ഉണർവുകൾ നടന്നതിൻ്റെ പീപ്പിൾ സോ, ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു റിപ്പീറ്റ്. ഇറ്റ് ഈസ് ഗോയിങ് ടു റിപ്പീറ്റ്. ഓരോരുത്തരോടും ഞാൻ പറയാം, ആർ വി റെഡി? ഞാൻ എന്നോടും കൂടെ ചോദിക്കുന്നത്, am I ready? Am I ready? Yes. ഈ ദിവസങ്ങളിൽ ഈ പല കാര്യങ്ങൾ ചുറ്റും നടക്കുമ്പോൾ തല ഉയർത്തേണ്ട സമയമാണ് നിങ്ങൾക്കും എനിക്കും. ടു റിയലൈസ് ഹൂ വി ആർ. നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കാൻ, വീണ്ടും ജനിച്ച, രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള ദൈവ മക്കൾ തല ഉയർത്തുന്ന സമയമാണ്. ലോകത്തിലല്ല നമ്മൾ കഴിയേണ്ടത്, ലോകത്തിൻ്റെ ചിന്തകളല്ല നമ്മൾ ഭരിക്കേണ്ടത്. വി ഷുഡ് ലിഫ്റ്റ് അവർ സീ വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഇൻ us. All the people saw. 11ാമത്തെ വാക്യം more powerful. And the Lord spoke to Moses face to face as a man speaks to a friend. Hallelujah. വായിച്ചേ. ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. യഹോവ മോശയോട് നേർക്കുനേർ ഒരു കൂട്ടുകാരനോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുക. മോശയെക്കാളും വലുതാണോ നിങ്ങളും ഞാനും? രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എബ്രായർക്ക് ഇത് ലേഖനം 11 പറയാ, ഇവരെല്ലാം വിശ്വാസത്താൽ സാക്ഷ്യം വഹിച്ചവരാ. ഇവരെല്ലാം ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും മെച്ചപ്പെട്ടത് ഒരുക്കി വെച്ചു. ഞാൻ ചോദിക്കട്ടെ, മുഖാമുഖം സംസാരിക്കുന്ന അനുഭവം, ഒരു കൂട്ടുകാരനോട് സംസാരിക്കുന്നത് പോലെ, ഓ ഐ ആം engulfed in the glory of God today in such a manner. My goodness. എല്ലാം ആൾക്കാർ കണ്ട് നിൽക്കുന്ന പോലെ മേഘം നിൽക്കുക. മേഘത്തിൻ്റെ അകത്തുനിന്ന്, ആ അതിവിശുദ്ധ, ആ ഇന്നർ ചേംബറിൽ നിന്ന്, അവിടെ മോശ മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും അവിടെ കയറാൻ പ്രവേശനമില്ല. മോശയോട് ദൈവം കൂട്ടുകാരനോട് സംസാരിക്കുന്നത് പോലെ ആ
സംസാരിക്കുക. Everyone can watch, but here is a man who is hearing. Here is a man who is hearing. Just imagine. നിങ്ങളും ഞാനും ഇതിനേക്കാളും ശ്രേഷ്ഠ സ്ഥാനം ദൈവം തന്നില്ലേ? What is preoccupying us? ഇവിടെ പറയാം, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. വിചാരം കൊണ്ട് തല ബൊമ്പാർഡഡ്. If only we could close ourselves into the inner chamber, you can hear God audibly. ഞാൻ നേരത്തെ ഒരു ചോദ്യം എന്നോട് ചോദിച്ചല്ലോ, ദൈവം ഓഡിയബിളായി സംസാരിക്കുമോ? യെസ്. ഹാസ് ഹി ഡൺ ഫോർ യു, ഫോർ വിത്ത് മീ? യെസ്. ആദ്യമേ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ഓർത്തത് എൻ്റെ മരിച്ചുപോയ അപ്പച്ചനാണ് സംസാരിക്കുന്നത്. പിന്നെ മനസ്സിലായി, മരിച്ചവർക്കൊന്നും സംസാരിക്കാൻ കഴിയില്ല, അവർ മൗനമായിരിക്കുക. ബട്ട് ദെൻ റിപ്പീറ്റഡ്ലി ഇറ്റ് വാസ് ഹാപ്പനിങ് ഇൻ മൈ റൂം. അന്നൊന്നും എനിക്ക് നിലത്തിരിക്കാറായിട്ടില്ല. I was reading a portion where പത്രോസ് കാരാഗ്രഹത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ പോർഷൻ വായിക്കുമ്പോൾ എൻ്റെ ചെവിയിൽ കേൾക്കാവുന്ന ശബ്ദം തങ്ങും. It was so audible, so clear. And then he started talking. And the room, the presence was so thick that ഒരു എന്നാ പറയുന്നത്, മിനറൽ വാട്ടറിൻ്റെ കുപ്പി തെറിച്ചു. ഇത് ഞാൻ പറയുമ്പോൾ ആരും വിചാരിക്കരുത് ഞാൻ നിങ്ങളെക്കാളും മെച്ചപ്പെട്ടതാണ്. അല്ല, ഞാൻ പറയുന്നത് സാധ്യതയാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ളത്. ഓഡിയബിളി കേൾക്കാവോ? I have heard him. I'm tempted rather to say more about my supernatural experience with you, but I will not. നമ്മൾ ഒന്നിച്ചിരിക്കുമ്പം കർത്താവ് അനുവദിച്ചാൽ I will tell you the secret place, the inner chamber. അതിൻ്റെ why are we not able to dwell in the inner chamber ഞാൻ പറയാൻ പോകുന്ന these days. The inner chamber, the glory of God, the presence that is so thick. ഇന്ന് I know hours before ഇത് എല്ലാവർക്കും ഉള്ളതാണ്, ചിലർക്കുള്ളതല്ല. hours before this, ഇന്നത്തെ ലൈവിൻ്റെ hours before, something was happening inside of me. ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഇന്ന് വിശ്വസിക്കുന്ന ഭവനങ്ങളിൽ കാണുന്ന നിലയിൽ മഹത്വം ഇറങ്ങും. ഇറ്റ് വിൽ ബി ടാഞ്ചിബിൾ, തിക്ക്. കാണുന്ന നിലയിൽ മേഘം എങ്ങനെയാണോ അവിടെ നിന്ന്, ഇറ്റ് വിൽ കം and be there and you will speak to him. Love Jesus. യേശുവിനെ സ്നേഹിക്കണം. നിങ്ങൾ ചോദിക്കുക, എങ്ങനെ യേശുവിനെ സ്നേഹിക്കാൻ പറ്റും? പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. ജഡത്തിൽ സ്നേഹിക്കാൻ പറ്റത്തില്ല. അതാണ് റോമർ 5:5 പറയുന്നത്, ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ കൊണ്ടുതരും. പരിശുദ്ധാത്മാവ് He comes inside of you and helps you to love Jesus whom you cannot see. ഏറ്റവും വലിയ സൂപ്പർ നാച്ചുറൽ ഒരു മരിച്ചയാളിനെ എഴുന്നേൽപ്പിക്കുന്നതല്ല, യേശു മുഖാമുഖമായി സംസാരിക്കുന്നതുമല്ല. ഏറ്റവും വലിയ സൂപ്പർ നാച്ചുറൽ കാണാത്ത ഒരാളെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതാണ്. നമ്മൾ ആരും യേശുവിനെ കണ്ടില്ലല്ലോ, എന്നാലും സ്നേഹിച്ചില്ലേ? ഒരു സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും കാണാത്ത യേശുവിനെ സ്നേഹിക്കുന്നില്ലേ? അതാ ഏറ്റവും വലിയ സൂപ്പർ നാച്ചുറൽ. ദ ബിഗ്ഗസ്റ്റ് സൂപ്പർ നാച്ചുറൽ ഈസ് ടു ലവ് ഹിം whom we have not seen and being filled with inexpressible joy. മഹാസന്തോഷം. Now, ഈ പ്രസൻസ് അവിടെ വന്ന് നിൽക്കുക. ഈ പ്രസൻസ് അവിടെ നിൽക്കുമ്പോൾ, now Moses said to the Lord, now മോശ യേശുവിനോട് പറയാം, if I have found favor or grace
in your sight. He said, I want your presence. My presence will go with you and I will give you rest. Now, മോശ പറയാണ്, if I found grace in your sight, show me now your way that I may know you, that I may find grace in your sight. So, മോശ presence വിടാൻ പറ്റുന്നില്ല. He says, I want to know your way. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്നവർ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ദൈവത്തിൻ്റെ മനോഹരമായൊരു വചനമുണ്ട്, സങ്കീർത്തനം 103 മോശയ്ക്ക് ദൈവത്തിൻ്റെ വഴി അറിയായിരുന്നു. ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കണ്ടു. ലോകം ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് കാണുന്നത്, പക്ഷെ അവൻ്റെ അകത്ത് ഇന്നർ ചേംബറിൽ ഇരിക്കുന്നവൻ അവൻ്റെ വഴിയാണ് അറിയുന്നത്. ചിലർ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പ്ലാൻ എങ്ങനെയാണ്? പ്ലാൻ എല്ലാവരെയും കുറിച്ചുണ്ട്. ഒരാൾ പോലും ഈ ലോകത്തിൽ പ്ലാൻ ഇല്ലാതെ വന്നവരല്ല. പക്ഷേ നമ്മളെ ആക്കിയെടുത്ത് യേശുവിൻ്റെ മഹത്വത്തെ, യേശുവിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിക്ക്, യു വിൽ വാക്ക് ഇൻ ടു ദ പ്ലാൻ ഓഫ് ഗോഡ്. നൗ ഹിയർ, മൈ പ്രസൻസ് വിൽ ഗോ വിത്ത് യു. മൈ പ്രസൻസ് വിൽ ഗോ വിത്ത് യു. ദൈവം മോശയോട് പറയാം, മൈ പ്രസൻസ് വിൽ ഗോ വിത്ത് യു. നിങ്ങളോടും എന്നോടും എല്ലാം പറഞ്ഞായിരുന്നു. ഞാനോ ലോക അന്ത്യത്തോളം എല്ലാ നാഴികയിലും എൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ പോകുന്നല്ല പറഞ്ഞേ, ഞാൻ നിങ്ങളുടെ കൂടെ പോകും. ഈ പഴയ നിയമത്തിലെ ഇൻസിഡൻസ് ഞാൻ പറഞ്ഞു വന്ന്, when I come into the New Testament, you will be exploding. Why? Because the promise is higher. Now, ഇവിടെ, and Moses said, presence. Now, presence-നകത്ത സ്വസ്ഥത, ഇന്നർ ചേംബർ, കർത്താവിൻ്റെ ആ പ്രസൻസിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ ഐ വിൽ ഗിവ് യു റെസ്റ്റ്. മോശയുടെ ഒരു ചെറിയ അസൈൻമെൻറ്റ് ഞാൻ പറയാം. 20-25 ലക്ഷം പേരുണ്ട്. അവർ മിസ്രൈമിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരുക. മുഴുവൻ്റെയും ചുമതല ഈ ഒരു മനുഷ്യൻ്റെ പുറത്താണ്. വെള്ളം കിട്ടിയില്ലേ പ്രശ്നം, വെള്ളം കിട്ടിയാൽ പ്രശ്നം, ഭക്ഷണം കിട്ടിയില്ലേ പ്രശ്നം, ഇറച്ചി കിട്ടിയില്ലെങ്കിൽ അതിന് പ്രശ്നം. മുഴുവൻ വിഷയം ഈ ഒരു മനുഷ്യൻ്റെ പുറത്താണ്. ആ മനുഷ്യനോട് ദൈവം പറയാ, എൻ്റെ സാന്നിധ്യമായിരിക്കും നിന്റെ സ്വസ്ഥത. യേശു പറഞ്ഞൊരു വാക്ക് നിങ്ങൾ മറക്കരുത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വന്നാൽ ഞാൻ നിങ്ങൾക്ക് വിശ്രമം, റെസ്റ്റ് തരാം. യേശുവിൻ്റെ അകത്ത് വരുന്നവർ, യേശുവിൻ്റെ സാന്നിധ്യത്തിൽ വരുന്നവർക്ക് കിട്ടുന്ന ഒന്ന് സ്വസ്ഥത. 3 കാര്യങ്ങളാണ് യേശുവിൻ്റെ അടുക്കൽ. when we are going to talk about the inner chamber, how to enter, and 3 കാര്യങ്ങൾ അവിടെ ഏറ്റവും പ്രധാനം. 1 സന്തോഷം, ജോയ്. 2 സമാധാനം. 3 സ്വസ്ഥത. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കൊന്ന് ശ്രദ്ധിച്ചേ. മൈ പ്രസൻസ് വിൽ ഗോ വിത്ത് യു ആൻഡ് ഐ വിൽ ഗിവ് യു റെസ്റ്റ്. പ്രിയമുള്ളവരെ, ഇന്ന് when you are seeing everything happen, there is a secret place for you and me. അത് വേറെ ആർക്കും അറിയത്തില്ല. ചില സമയത്ത് ചിലർ വിചാരിക്കും, തങ്കു ബ്രദറിന് ഇത്രയും ആൾക്കാർ വേണ്ടാന്ന് പറയുന്നുണ്ട്, എന്നിട്ടും ഈ ചിരിച്ചോണ്ട് എങ്ങനെയാണ് നിൽക്കുന്നത്? I have a secret place. I dwell in that secret place. I live in that secret place and you too can. നിങ്ങൾക്കുമാകാം. ദൈവം ആർക്കും മോഹപക്ഷക്കാരനല്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ പിശാചിൻ്റെ ഒരു തന്ത്രം എന്താണെന്ന് ചോദിച്ചാൽ, ചില മനുഷ്യരെ കാണിച്ച് നമ്മളോട് പറയും, കണ്ടില്ല ഒരു ഭയങ്കരവും ഇല്ല, ആ യേശു നിങ്ങളുടെ അകത്ത് നിന്നുണ്ട്. Now,
here he says, if your presence does not go with us, do not bring us up there. For how will then be known to your people that I have found grace in your sight, except you go with us? Now, presence-നകത്താണ് provisions. The presence of God has all the provisions. Presence of God is where you are talking face to face. The audiation happens. Presence of God. ദൈവ സാന്നിധ്യത്തിലാണ് ആ എക്സ്ചേഞ്ച് നടക്കുന്നത്. യു ഹാവ് ടു ബി പേഷ്യൻറ്റ്. സമാധാനത്തോടെ വെയിറ്റ് ചെയ്യണം. ഇന്നത്തെ പോലെ ഇന്ന് പിന്നെ കുഴപ്പമില്ല, എല്ലാവരും വീട്ടിലിരിക്കുന്നുണ്ട്. 12 മണിയായിട്ടും സഭയോഗം നിന്നില്ല. പോയിട്ട് എന്താ ധൃതി? ഇവിടെ ഒന്ന് നിന്നേ. ആ ടാൻജിബിൾ പ്രസൻസ്, യു നോ, ദ പ്രസൻസ് കം ഡൗൺ, സ്റ്റേസ് ആൻഡ് ദെൻ സ്ലോലി ലിഫ്റ്റ്സ്. വീണ്ടും ഞാൻ പറയാം, സാന്നിധ്യം ഇറങ്ങി വരും, അവിടെ നിൽക്കും, and slowly starts lifting. It is slowly. ഇന്ന് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എവ്രി വൺ ഹു ഈസ് വാച്ചിങ് മീ ഇസ് ബീങ് എൻഗൾഫ്ഡ് ഇൻ ദ പ്രസൻസ്. അവിടെ യേശു പ്രസൻസിനെ കുറിച്ച് ദൈവം പറയുമ്പം 18ാമത്തെ വാക്യം മോശ പറയാ, ഷോ മീ യുവർ ഗ്ലോറി. പ്രസൻസാ ദൈവം പറഞ്ഞു, എൻ്റെ പ്രസൻസ് നിൻ്റെ കൂടെ വരും. മോശയുടെ ചോദ്യം കുറച്ചുകൂടെ ഗ്രേഡ് കൂടിയ സാധനമാണ്, എനിക്ക് നിൻ്റെ മഹത്വം കാണണം. അപ്പം സാന്നിധ്യവും മഹത്വവും രണ്ടാണ്. സാന്നിധ്യവും മഹത്വവും തമ്മിലുള്ള വ്യത്യാസം, സാന്നിധ്യം തന്നെ എന്താണ് എന്ന് നാളെ ലൈവിൽ വരുമ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പറയാം. നാളെ സാറ്റർഡേയാണ്. So might be you want to take a rest, Sunday you want to take a rest, or if you want me to continue, I will continue. Presence of God, ദൈവ സാന്നിധ്യത്തിൻ്റെ അകത്ത പ്രൊവിഷൻ, ദൈവ സാന്നിധ്യത്തിൻ്റെ അകത്ത സംസാരം, ദൈവ സാന്നിധ്യത്തിൻ്റെ അകത്ത സ്വസ്ഥത, ദൈവ സാന്നിധ്യത്തിനകത്ത എല്ലാം. ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ മുഴുവൻ provision provided everything. Glory is far higher. Glory is far higher. And I will explain to you why this is higher. I cannot go further. എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത പോലെ presence is taking over. Presence is taking over the place. ഇരിക്കുന്ന ഇടുപ്പിൽ പറഞ്ഞ കർത്താവേ നന്ദി, നന്ദി എൻ്റെ യേശുവേ. തൊടാവുന്ന നിലയിൽ കണ്ട് നിൽക്കുന്നവർ, കർത്താവേ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഇരിക്കുന്ന ഈ ഭവനങ്ങൾ, അങ്ങയുടെ വചനം പറയുന്നു, ചുറ്റും നിന്ന ജനം മോശ ദൈവ സാന്നിധ്യത്തിൽ നിൽക്കുന്നത് കണ്ടു, മേഘത്തെ കണ്ടു. ഞാൻ പ്രാർത്ഥിക്കുന്നത്, കാണുന്ന നിലയിൽ ദൈവ തേജസ് ഇറങ്ങട്ടെ. അതിനുവേണ്ടിയുള്ള ഹൃദയം ഒരുങ്ങട്ടെ. ഹൃദയത്തിൽ ദാഹവും വാഞ്ചയും നിറയട്ടെ യേശുവിന് വേണ്ടി. യേശുവുമായിട്ട് പ്രണയബന്ധത്തിലാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ഞങ്ങളിൽ നിന്നും, ഞങ്ങളെ അങ്ങ് ചെളി വെള്ളത്തിൽ നിന്നും പാപത്തിൻ്റെ കറയിൽ നിന്നും വെളിയിൽ ചാടിച്ചു. എന്നാൽ ഞങ്ങളിൽ അകത്തുള്ള കറയും അങ്ങയുടെ രക്തത്താൽ കഴുകി മാറ്റണേ.
അങ്ങ് ആഗ്രഹിക്കുന്ന ആ ഗോഡ്ലി ക്ലാസ് ഓഫ് ലൈഫ്, കിങ്ഡം ലൈഫ്, അത് നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ദിവസങ്ങളിൽ മാനസാന്തരപ്പെടേണ്ട ഏതൊക്കെ സ്ഥലമുണ്ടോ അവിടെ മാനസാന്തരപ്പെടാൻ സഹായിക്കണം. പരിശുദ്ധാത്മാവെ, ഞങ്ങളിലുള്ള ചെളി മുഴുവൻ എടുത്ത് വെളിക്കളയണം. ഞങ്ങളിലുള്ള സ്വയം, ഞങ്ങളിലുള്ള അഹങ്കാരം, ഞങ്ങളിലുള്ള പക, പിണക്കം, അതൊക്കെ ഞങ്ങളുടെ മനസ്സിനെ ഓക്യുപ്പൈ ചെയ്തിരിക്കുമ്പോൾ, അതൊക്കെ ഞങ്ങളുടെ മനസ്സിൻ്റെ പല അറകളിൽ കയറിയിരിക്കും. അതെല്ലാം ശൂന്യമാക്കി കർത്താവും ഞങ്ങളെ സഹായിക്കണമേ. ഐ റിലീസ് ദ പവർ ഓഫ് ഗോഡ് ഇൻ ടു ഹോംസ്. Release the glorious presence into every home right now in the name of Jesus. രോഗങ്ങൾ സൗഖ്യമാകട്ടെ. എല്ലാ ഭയങ്ങൾ മാറട്ടെ. അകാരണമായ എല്ലാ ഭയങ്ങളും മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അത്ഭുതകരമായ സാന്നിധ്യത്താൽ പൊതിയപ്പെട്ട രാവും പകലും നടക്കുവാൻ കർത്താവ് സഹായിക്കണം. അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. വാവ്, such a glorious presence of Jesus. Such a glorious presence of Jesus. Thank you so much everyone who is joining us. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ make it a campaign. Call your friends. Tell them there is a live coming. And it will be such a blessing for them. നിങ്ങൾക്കും എനിക്കും. Yes, I know. Every place will be invaded. I don't want to disturb the presence that is in your home. നിങ്ങളുടെ എല്ലാം ഇരിക്കുന്ന സ്ഥലങ്ങളിൽ the whole presence of God has come. Thank you very much, Father. Thank you. Blessed be the name of the Lord Jesus Christ. I thank everyone. The glory is so thick. Thank you, Regiver. Thank you, Manu. I cannot go further. It is so thick and so glorious. It's so filling, bubbling with joy. Blessed be the name of Jesus Christ. പ്രിയമുള്ളവരെ, ഒറ്റ വാക്കിൽ പറയാം, there is a higher life available. വെറുതെ എങ്ങനെയും രക്ഷിക്കപ്പെട്ടു, ഇനി എങ്ങനെയും സ്വർഗത്തിൽ പോകണം. സ്വർഗത്തിൽ നമ്മൾ സ്വർഗത്തിലാണ് ഇരിക്കുന്നത്. ഐ വിൽ എക്സ്പ്ലെയിൻ സ്റ്റേജ് ബൈ സ്റ്റേജ്. യു വിൽ ബി അമേസ്ഡ് when we can talk to him face to face. പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ വീടുകളിൽ ഇരിക്കാൻ സർക്കാർ പറയുമ്പോൾ അതുപോലെ അനുസരിക്കണം. വി ആർ ഇൻ ടു very, very decisive time when we have to stay in the house so that we can avoid a break and pray. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, അതുപോലെ മഹത്വമാണ് ഇവിടെ ഇരിക്കുന്നത്. സോ see you all tomorrow evening 8:30. And I want you to pick up the phone and ask everyone to watch. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇന്ന് we had nearly reaching 870. Yesterday we went up to 900 plus. But ഇന്ന് 800 ആയുള്ളൂ. I want every one of you to pick up your phone. If you are blessed, call up people and let them also be blessed. God bless you.